ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. പേട്രിയോട്ടിൻ്റെ രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ആദ്യ ദിനം സിനിമയ്ക്ക് 30 കോടിയോളം വേൾഡ് വൈഡായി നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വന്നത്. ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം 8.5 കോടി നേടി എന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. അതുമാത്രമല്ല ഇന്ത്യക്കകത്ത് നിന്ന് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3.25 കോടിയോളം നേടി. അങ്ങനെ മൊത്തം 12 കോടിയോളമാണ് ഇന്ത്യക്കകത്ത് നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് GCC രാജ്യങ്ങളിൽ നിന്നാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ രണ്ടാം ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു 1848ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 2,39,000 മുകളിൽ, അതായത് 2,40,000 ഓഡിയൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. സിനിമയ്ക്ക് 46.5% ഒക്യുപ്പൻസിയാണ് ഈ ഒരു ശനിയാഴ്ച വന്നിരിക്കുന്നത്. 4,25,00,000 രൂപയോളമാണ് സിനിമയുടെ 8.5 വരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അതായത് ആദ്യ ദിനം 8.5 കോടി നേടിയ ചിത്രം രണ്ടാം ദിനം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5.5 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടും എന്നുള്ളതാണ്. സിനിമയ്ക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വരികയും ഇന്നും വീണ്ടും നെഗറ്റീവ് പബ്ലിസിറ്റി കൂടുകയും ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ഇന്ന് പ്രതീക്ഷിച്ചതിനും മുകളിലേക്കുള്ള കളക്ഷനാണ്. ഒരു പക്ഷേ ഒരുപാട് പേർ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രവചിച്ചിരുന്നത് 4 കോടിക്ക് താഴെയായിരിക്കുമെന്നാണെങ്കിൽ 5.5 കോടിയോളമായി എത്തുകയാണ്. അതുപോലെ തന്നെ സിനിമയുടെ രണ്ടാം ദിനത്തെ പ്രീസെയിലിൽ ആദ്യ ദിനം തന്നെ വന്നിരുന്നു 13 കോടിക്ക് മുകളിലാണ് ആ രണ്ടാം ദിനത്തെ പ്രീസെയിൽ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നും സിനിമയ്ക്ക് 18-20 കോടിക്ക് അടുത്തായിരിക്കാം. അതായത് ആദ്യ ദിനത്തേക്കാൾ കളക്ഷൻ വലിയ ഇടിവുണ്ട് എന്നുള്ളത് തന്നെയാണ്. 18-20 കോടി കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും ഊന്നി നിൽക്കുന്നത് GCC രാജ്യങ്ങളിലാണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ബിഗ് ബഡ്ജറ്റിൽ വന്ന ഒരു ചിത്രമാണ്. 100 കോടിയോളമാണ് ഇതിനാൽ 105 കോടിയോളമാണ് സിനിമയുടെ മുതൽ മുടക്ക് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ സി സിനിമാസ് ഈ ഒരു ചിത്രം റിലീസിന് തൊട്ട് മുമ്പുള്ള ദിനം 40 കോടിക്ക് നേടി അല്ലെങ്കിൽ മേടിച്ചു എന്നുള്ള ഒരു കാര്യവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതൊക്കെ പുറത്തു വരുമ്പോഴും നമുക്ക് ഒരു കാര്യം, പ്രതീക്ഷിച്ച ഒരു വിജയമല്ല ഈ ഒരു സിനിമ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് നേടുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഏകദേശം 14 കോടിക്കടുത്തേക്ക് എത്തും 2 ദിവസങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 13-14 കോടി. വേൾഡ് വൈഡായിട്ട് ആദ്യ ദിനം 30 കോടിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. രണ്ടാം ദിനം 45 കോടിക്കും 50 കോടിക്ക് താഴെയുമാണ്. മൂന്നാം ദിനം തുടങ്ങുന്നതോടെ സിനിമ 50 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. രണ്ടാം ദിനം തന്നെ 50 കോടി നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നുവെങ്കിലും നെഗറ്റീവ് ആയി വന്ന കാര്യങ്ങൾ സിനിമയ്ക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും ഏറെയും പ്രേക്ഷകർ ആ നെഗറ്റീവ് പബ്ലിസിറ്റി കണ്ടുപോകുന്നവർക്ക് സിനിമ സാറ്റിസ്ഫൈ ആകുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയുമുണ്ട്. ടോട്ടൽ 3,886ഓളം ഷോകളാണ് സിനിമയുടെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന. കേരളത്തിൽ 7 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.